ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇന്ന് ഒരു ക്ലീൻ വിത്ത് മീ വ്ളോഗാണ് കേട്ടോ. എൻ്റെ വീടിൻ്റെ ലിവിങ് റൂമാണ് ഞാൻ ഇന്ന് സെലക്ട് ചെയ്തിരിക്കുന്നത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. എല്ലാ റൂമും ഒക്കെ ക്ലീൻ ചെയ്യാനുള്ള ഒരു ആരോഗ്യം എനിക്ക് എന്തായാലും ഇല്ല. അപ്പം ഞാൻ ഒരു റൂം ബൈ റൂം ഇങ്ങനെ ചെയ്ത് പോവാം എന്നാണ് വിചാരിക്കുന്നത്. സോ ഹാളിൽ ഫുൾ ഇങ്ങനെ എട്ടുകാലിയുടെ വല ഇങ്ങനെ അടിച്ചിരിക്കുവാണ്. ഈ കമ്പിയുടെ അപ്പുറത്തൊക്കെ നോക്കിയാൽ ഇവിടെ കുറേ പല്ലികളുടെ ശല്യം ഉണ്ട് കേട്ടോ. അത് എപ്പോഴും ഇങ്ങനെ കാഷ്ടിച്ച് വെക്കും. അപ്പോൾ പല്ലിക്കാട്ടവും അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ വലയടിച്ച് സ്റ്റാർട്ട് ചെയ്യാം എന്ന് വിചാരിച്ചു. മേളീന്ന് തുടങ്ങി താഴോട്ട്. അപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ എൻ്റെ കൈക്ക് നല്ല വേദന ഉണ്ടായിരുന്നു കേട്ടോ. കൈ ഇങ്ങനെ പൊക്കി പിടിച്ച് കുറേ നേരം വല അടിക്കുമ്പോൾ തന്നെ എൻ്റെ 2 തോൾപ്പട്ടയും കഴച്ച് അങ്ങ് ഒടിയുകയായിരുന്നു. പിന്നെ നിങ്ങളെല്ലാവരും കാണുന്നത് കൊണ്ട് വളരെയധികം ആത്മാർത്ഥതയോടെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. ആക്ച്വലി എൻ്റെ മുഖഭാവമൊക്കെ നല്ലോണം മാറുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുമ്പോൾ ഈ ലിവിങ് റൂം എത്ര വലുതായിട്ട് തോന്നുന്നുള്ള അറിയില്ല. പക്ഷേ ഇത് ആക്ച്വലി നല്ല ഏരിയ ഉള്ളൊരു ലിവിങ് റൂം ആയിരുന്നു. ഇത്രയും വലിയ ലിവിങ് റൂം ഒന്നും ആർക്കും ഉണ്ടാവരുതേ ദൈവമേ. അത്രയും വലയൊന്നും അടിക്കാൻ വയ്യ. എന്തായാലും ഈ ഫാനിൽ ഈ പൊടി തൂത്തുകളാണത് വൻ ടാസ്ക് ആയിരുന്നു കേട്ടോ. എനിക്ക് ഏണിയുടെ മണ്ടേ കയറി നിന്ന് കഴിഞ്ഞാൽ വെർട്ടേക്കും ഉണ്ട്, എനിക്ക് തല കറങ്ങും. അപ്പം എനിക്ക് കയറി നിന്ന് ഫാനിൻ്റെ പൊടി തട്ടാൻ പറ്റില്ല. പക്ഷെ താഴെ നിന്നുകൊണ്ട് തീർത്തെടുക്കാൻ പറ്റും. ഞാൻ അങ്ങനെ തീർത്തെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ വലയും എൻ്റെ തലയിലൊക്കെ വീഴുന്നുണ്ടായിരുന്നു, തലയിലും മൂക്കിലൊക്കെ വീഴുന്നുണ്ടായിരുന്നു. ഒരുവിധം ഫാനിൻ്റെ പൊടി തുടച്ചു. ഭയങ്കര ക്ലീനൊന്നും ആയില്ല. പക്ഷെ ആ വലയും ഫാനിൻ്റെ ലീവ്സിലുണ്ടായിരുന്ന വെയിറ്റുള്ള കുറേ സംഭവങ്ങളുണ്ടല്ലോ, കറുത്ത പുഴു പോലെ ഇരിക്കണം, അതൊക്കെ അങ്ങ് പോയി. അങ്ങനെ വലയടിച്ച് ഞാൻ വരികയാണ് സുഹൃത്തുക്കളെ. എല്ലാ എട്ടുകാലികളും ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സകല വലകളും ഞാൻ നശിപ്പിച്ച് കളഞ്ഞിരിക്കുകയാണ്. ക്ലീനിങ് തുടങ്ങിയപ്പോൾ ഞാനൊരു തൊട്ടിൽ വെച്ച് ഡോറിൻ്റെ അവിടെ ഒരു ഗേറ്റ് പോലെ ആക്കിയിട്ട് കൊച്ചു ബേബിയെ റൂമിൻ്റെ അകത്തോട്ട് വിട്ടിരിക്കുകയായിരുന്നു. ഞാൻ വന്നപ്പോൾ ക്രയോൺസിൽ നീരാടിക്കൊണ്ടിരിക്കുകയാണ് കൊച്ചു ബേബി. ആഹാ തം തനനം തനം, ആഹാ ക്രയോൺസ് തം തനനം തനം. കണ്ടോ, അങ്ങനെ നീരാടുകയാണ് കൊച്ചു ബേബി വർണ്ണശബളമായ ക്രയോൺസുകൾ കൊണ്ട്. ഞാൻ വീണ്ടും എൻ്റെ ക്ലീനിങ് ആക്ടിവിറ്റിയിലോട്ട് പോയി. ടി വിയുടെ ബാക്കിലൊക്കെ എൻ്റെ പൊന്ന് ദൈവമേ, എന്തുമാത്രം പൊട്ടിയും അഴുക്കും. അപ്പോഴാണ് എൻ്റെ ശ്രദ്ധയിലൊരു കാര്യം പെട്ടത് കേട്ടോ. കൊച്ചുബേബി തൊട്ടിൽ വലിഞ്ഞു കയറി ഇങ്ങോട്ട് മറികടക്കാൻ ശ്രമിക്കുകയാണോ എന്ന് ഞാൻ തെറ്റിദ്ധരിച്ച നിമിഷം അല്ലായിരുന്നു. ആ തുണിക്കൂമ്പാരത്തിൻ്റെ ഇടയ്ക്ക് നിന്ന് കൊച്ചുബേബി ഒരു ബുക്കാണ് എടുത്തുകൊണ്ട് പോയത്. പാവം, ഞാൻ വെറുതെ തെറ്റിദ്ധരിച്ചു. എന്തായാലും അർജുൻ ചേട്ടൻ്റെ ഒരു പഴയ ബോക്സറാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ടി വി തുടയ്ക്കാനായിട്ട്. നല്ല സോഫ്റ്റ് തുണി, വേറെ മാരകായുധങ്ങൾ പോലത്തെ ബട്ടൺസോ സീക്വൻസുകളോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ടി വിയിൽ സ്ക്രാച്ച് ഒന്നും ആവില്ല. ഫസ്റ്റ് ഡ്രൈ തുണിയല്ലേ, അപ്പോൾ ഞാൻ പൊടിയൊക്കെ ഒന്ന് തട്ടിയെടുത്ത് വലയൊക്കെ അടിച്ചെടുത്തതിന് ശേഷം നനഞ്ഞ തുണിയിട്ട് തുടച്ചില്ല, കാരണം ടി വി അടിച്ചു പോകും. അതുകൊണ്ട് ഡ്രൈ തുണിയിട്ട് മാത്രം വലയും എല്ലാം ഞാൻ തുടച്ചെടുത്ത്. എനിക്ക് ടി വിയുടെ ബാക്കിൽ തുടക്കാൻ എനിക്ക് ഭയങ്കര പേടിയാണ്, കാരണം ടി വിയുടെ ബാക്കിൽ ബാബു പല്ലിയുണ്ട്. ബാബു പല്ലിയോ എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. യെസ്, ബാബു പല്ലി. ആ പല്ലിക്ക് എൻ്റെ മോള് പേരിട്ടിരിക്കുന്നത് ബാബു എന്നാണ്. അവൻ സ്ഥിരമായിട്ട് ആ ടി വിയുടെ ബാക്കിൽ നിന്ന് എത്തി നോക്കുമ്പോൾ കൊച്ചുബേബി എന്നെ വിളിച്ച് പറയും, അമ്മ ബാബു പല്ലി. ആ ബാബുപ്പല്ലി ടി വിയുടെ ബാക്കിലും ക്ലോക്കിൻ്റെ ബാക്കിലും ആയിട്ടാണ് ജീവിക്കുന്നത്. ആ ഫിഷ് ടാങ്കിൻ്റെ അടിയിൽ നിന്ന് എൻ്റെ മോളെ കാണാതെ പോയ ബ്ലോക്ക് സെറ്റിൽ നിന്നൊരു ബ്ലോക്കും കൂടെ കിട്ടിയായിരുന്നു കേട്ടോ. എന്തായാലും ഈ ക്ലീൻ ചെയ്തുകൊണ്ടിരുന്ന സമയം കൊണ്ട് അർജുൻ ചേട്ടൻ ഷൂട്ട് കഴിഞ്ഞ് വന്നു. ഈ പട്ടി കണ്ടോ, ഹാപ്പി ഈ കൂടിൻ്റെ ബാക്കിൽ ഇത്രയും നേരം വരാൻ അറിഞ്ഞൂടാത്ത പോലെ ആക്ട് ചെയ്ത് കിടക്കുകയായിരുന്നു ഗൈസ്. ആക്ടിങ് കമ്മോൺ ഫേസ് ആയിരുന്നു. ചേട്ടനെ കണ്ടപ്പോൾ അവൻ ഈസി ആയിട്ട് കൂടിൻ്റെ താഴെ നിന്ന് ഞൊഴഞ്ഞിറങ്ങി വന്നു. അവൻ അങ്ങനെ വന്നപ്പോഴത്തേക്കും കൊച്ചുബേബി ഭയങ്കര സാഡായിപ്പോയി കേട്ടോ. അവന് പോകാൻ പറ്റും, കൊച്ചുബേബിക്ക് പോകാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. എന്തായാലും കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോഴത്തേക്കും കൊച്ചുബേബി തൊട്ടിൽ ചാടി ഇപ്പുറത്തോട്ട് വന്നു. അതെനിക്ക് വീഡിയോയിൽ പകർത്താൻ സാധിച്ചില്ല. എന്തായാലും അർജുൻ ചേട്ടനും കൊച്ചുബേബിയും ഹാപ്പിയും കൂടെ ബെഡ്റൂമിൽ പോയി കതോടച്ച് കുറ്റിയിട്ട് അവിടെ അങ്ങിരുന്നു. ആ സമയം കൊണ്ട് ഞാൻ ബാക്കി ക്ലീനിങ്, ഞാൻ ബാഹുബലിയെ പോലെ സോഫയൊക്കെ തനിയെ നീക്കിക്കൊണ്ട് പോവുകയാണ്. അതിൻ്റെ അടിയിൽ നിന്നും കിട്ടി ഗൈസ് 2 ബ്ലോക്ക് കഷ്ണം. അങ്ങനെ കാണാതെ പോയ 3 ബ്ലോക്ക് കഷ്ണവും കിട്ടിയ സന്തോഷത്തിലാണ് ഞാൻ. Wow, look at the dirty dirt behind the sofa. കൊള്ളാം, അതെല്ലാം ഞാൻ തൂത്തെടുക്കുകയായിരുന്നു കേട്ടോ. ഈ പല്ലി വീട്ടിനകത്ത് വരാതിരിക്കാൻ എന്തെങ്കിലും ഒരു മാർഗം നിങ്ങൾക്കറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റിലൊന്ന് പറയണം കേട്ടോ. ഞാൻ ജനലടച്ച് വെച്ച് പല്ലിയെടുത്ത് കയറില്ലെന്ന് പറഞ്ഞിട്ട് പോലും പല്ലി കേൾക്കുന്നില്ല. എങ്ങനെയെങ്കിലും അത് കയറി ഇവിടെ കുടിയിരുന്ന് തൂറി ആറാടുകയാണ് പല്ലി. എനിവേസ്, ഞാൻ അതിന് കഷ്ടപ്പെട്ടിരുന്ന് തോണ്ടി ഇളക്കി ചൂല് വെച്ച് എങ്ങനെയൊക്കെയോ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഈ സമയം
ഇവിടെ ഈ ഗ്രില്ല് വെച്ച ആ മഹത് വ്യക്തിയെ ഞാൻ വല്ലാതെ സ്മരിക്കുകയാണ്. കാരണം ഒരു രീതിയിൽ ഇവിടെ ക്ലീൻ ചെയ്യാൻ പറ്റില്ല. എന്തുദ്ദേശമാണ് ഈ ഗ്രില്ല് ഇവിടെ വെച്ചിരിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. ഭയങ്കര ബുദ്ധിമുട്ടാണ് അതിൻ്റെ അകത്ത് ക്ലീൻ ചെയ്യാൻ. ആ ഗ്ലാസ് ക്ലീൻ ചെയ്യാൻ പറ്റൂല. ഭയങ്കര പാട്. നമ്മുടെ കൈയൊട്ട് അതിൻ്റെ അകത്ത് കയറത്തുമില്ല. ചൂലിട്ട് അതിന് പൊടി തട്ടാനും പറ്റില്ല. ഒരു വല്ലാത്ത ഒരു ഓക്വേർഡ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണിത് കേട്ടോ. അതുകൊണ്ട് ഇവിടെ ഞാൻ അങ്ങനെ എപ്പോഴും ക്ലീൻ ചെയ്യാറില്ല. മാസത്തിലൊരിക്കൽ മാത്രമേ ക്ലീൻ ചെയ്യുള്ളൂ. അതുകൊണ്ടാണ് അത്രയ്ക്കും പൊടിയും അഴുക്കും വരുന്നത്. കാരണം നമുക്ക് ഭയങ്കര മടുപ്പാണ് ഇവിടെ ക്ലീൻ ചെയ്യുമ്പോഴത്തേക്ക്. അങ്ങനെ എനിക്ക് തീരെ ഇഷ്ടമല്ലാത്ത ഭാഗം ഞാൻ ഒരുവിധം ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ അപ്പുറത്ത് പോയി ഗ്ലാസ് നല്ല വൃത്തിയായിട്ട് തുടച്ചു. ഇതിൻ്റെ അകത്ത് വന്നിട്ട് ഈ ഹോളിൻ്റെ അകത്ത് കൂടെ വേണം ആ ഗ്ലാസ് ക്ലീൻ ചെയ്യാനായിട്ട്. ആക്ച്വലി നല്ല വൃത്തികെട്ട ഒരു പണിയായിരുന്നു. വലയടിക്കലും പൊടി തട്ടലും ഒരുവിധം കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ചൂലുകൊണ്ട് തറയിൽ വീണ പൊടിയും അണുക്കളും എല്ലാം തൂത്ത് ഒരു സൈഡിലേക്ക് മാറ്റുവാനുള്ള ശ്രമത്തിലാണ് കേട്ടോ. അതാവുമ്പോൾ ഇനി അടുത്തത് വെള്ളവും സോപ്പും പതയും കൊണ്ടുള്ള പ്രയോഗമാണ്. അതുകൊണ്ട് തന്നെ പൊടിയെല്ലാം നമ്മൾ ഒരു സ്ഥലത്തേക്ക് മാറ്റി വെച്ചില്ലെങ്കിൽ വെള്ളത്തിൻ്റെയും പതയുടെയും ആ ഒരു അട്രാക്ഷനിൽ പെട്ട് ആ പൊടി അവിടെ പറ്റി പിടിച്ച് കിടക്കും. പിന്നെ നമുക്കതൊരു ബുദ്ധിമുട്ടാവും. എന്തായാലും കൊച്ചു ബേബിയുടെ ഒരു വലിയ മൈൽ സ്റ്റോൺ ആയിരുന്നു ക്രയോൺസ് ഇട്ട് വരയ്ക്കാൻ തുടങ്ങിയത്. അതെൻ്റെ നെഞ്ചത്തിട്ടുള്ള ഒരു വരയായിട്ട് എനിക്ക് ഇന്നാണ് തോന്നിയത്. കാരണം ഇനി ഒരു സ്ഥലം ബാക്കിയില്ലാതെ എല്ലാ സ്ഥലത്തും കുത്തി വരച്ച് വെച്ചിരിക്കുകയായിരുന്നു. ആദ്യം ഇത് മര്യാദയ്ക്ക് ബുക്കിലൊക്കെ വരച്ച് തുടങ്ങിയതാണ്. എങ്ങനെയാണെന്നറിയില്ല, എവിടെയാണ് ആ പാളിച്ച പറ്റിയെന്ന് പറഞ്ഞൂടാ. പിന്നെ വന്ന് കണ്ണി കാണുന്ന എല്ലാ സ്ഥലത്തും കുത്തി അങ്ങ് വരച്ചങ്ങ് തുടങ്ങി. പിന്നെ ഞാൻ വീണ്ടും പുറകെ നടന്ന് ശ്രമിച്ച് മാറ്റി ഒരു റൂമിൽ മാത്രമായിട്ട് കൺഫൈൻ ചെയ്യിപ്പിച്ചു കേട്ടോ. ഇവിടെ മാത്രം ക്രയോൺസ് ഇട്ട് വരച്ചാൽ മതിയെന്ന്. അത് സക്സസ്ഫുൾ ആയതിനു ശേഷം ആ റൂമിൽ നിറഞ്ഞു. ഇനിയിപ്പോൾ ഒരു ശകലം പോലും ഇനി ക്രയോൺസ് ഇട്ട് വരച്ചാലൊന്നും കാണാൻ പറ്റില്ല. ആ മാതിരി ലെവലിൽ അവിടെ മൊത്തം കുത്തി വരച്ചിരിക്കുന്നത് കൊണ്ട് പിന്നെ കൊച്ചുബേബിക്ക് തന്നെ താൻ വരയ്ക്കുന്ന കലാസൃഷ്ടികളൊന്നും വെളിയിൽ കാണുന്നില്ല. അതുകൊണ്ട് പിന്നെ ഇപ്പം വീണ്ടും ബുക്കിലോട്ട് വന്നു. ഇപ്പം പതുക്കെ അത് ട്രെയിൻഡ് ആയിക്കൊണ്ട് വരുന്നു ബുക്കിൽ മാത്രം വരയ്ക്കാനായിട്ട്. എനിവേ, ഈ ക്രയോൺസ് ഇട്ട് വരച്ച പാടുകൾ ഭിത്തിയിൽ നിന്ന് ഉറച്ചെടുക്കാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ യൂസ് ചെയ്ത സൊല്യൂഷൻ വെറും വിം ലിക്വിഡും വെള്ളവും പതപ്പിച്ചെടുത്തിട്ട് മെറ്റൽ സ്ക്രബില്ലേ പാത്രം തേക്കണം, അത് വെച്ചിട്ടാണ് മതിൽ ഉരച്ചത്. ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വളരെ സൂക്ഷിച്ച് ഉരയ്ക്കണം. ഒരു മീഡിയം ഒരു ശക്തിയോട് കൂടെ ഉരച്ചാലേ ക്രയോൺസ് മാത്രമായിട്ട് ഇളകി വരുള്ളൂ. അല്ലെങ്കിൽ പിന്നെ പെയിൻറ്റും മതിലും എല്ലാം അങ്ങ് ആ മെറ്റൽ സ്ക്രബിൽ അങ്ങ് പൊടിഞ്ഞങ്ങ് വരും. അപ്പോൾ ഇതൊരു ചാലഞ്ചായിരുന്നു. ഞാൻ ഈ ഉരച്ചുകൊണ്ടിരുന്ന സമയം മൊത്തം ചിന്തിച്ചത് ഇത്രയും മെനക്കെട്ട് കൊച്ചുബേബി ഇരുന്ന് വരച്ചപ്പോൾ കൊച്ചുബേബിക്ക് ഒരു ക്ഷീണമൊന്നും തോന്നിയില്ലേ എന്നുള്ളതാണ്. കാരണം ഉരച്ചെനിക്ക് നല്ല ക്ഷീണം തോന്നി. ഈ ഒരു അവസരത്തിൽ എൻ്റെ വലത്തെ കൈയൊക്കെ ശരിക്കും ചത്ത് മരവിച്ചു. ഭയങ്കരമായിട്ട് വേദന എടുക്കണുണ്ട് കേട്ടോ. കഴച്ച് എൻ്റെ തോള് കണ്ട എൻ്റെ ഹോൾ ബോഡി ഇസ് ഷിവറിങ് ആൻഡ് ഷേക്കിങ്. വയ്യ, നല്ല വേദന ഉണ്ട്, നല്ല പെയിൻഫുൾ ആയിരുന്നു. ഇതിങ്ങനെ ഇരുന്ന് ഉരയ്ക്കുന്നത് അത്ര എളുപ്പമുള്ളൊരു ടാസ്ക് അല്ലായിരുന്നു. തുടങ്ങിയും പോയി നിർത്താനും വയ്യ. നിർത്താൻ നമ്മുടെ ആത്മാഭിമാനം നമ്മളെ സമ്മതിക്കുമോ? ഇല്ലല്ലോ. വീഡിയോയും എടുത്തു പോയി, ഇനി നമുക്കത് പൂർത്തിയാക്കണം. അങ്ങനെ നന്നായി ഒരു റൂം മാത്രമേ ഇന്ന് ക്ലീൻ ചെയ്യുള്ളൂ തീരുമാനം എടുക്കാൻ കാരണം ഈ വീട് മൊത്തം ക്ലീൻ ചെയ്യുന്നുള്ള തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് നേരെ എന്നെ സ്ട്രെച്ചറിൽ അങ്ങ് എടുക്കാമായിരുന്നു. ഇത് തന്നെ എൻ്റെ പരിപ്പിളകി എന്ന് വേണം പറയാനായിട്ട് കേട്ടോ. ഓരോ സ്ഥലത്ത് ഇവിടെ ഈ കാണുന്ന ഞാൻ ഈ ഉരയ്ക്കുന്ന ഭാഗം എല്ലാം നിങ്ങൾ വിചാരിക്കുക അഴുക്കാണ്, നല്ല കൊച്ചുബേബി വരച്ച് വെച്ചിരിക്കുന്നതാണ്. അതെല്ലാം ഞാൻ ഉരച്ച് കഴുകി ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ആശമ്മയുടെ ഒരു ഹെൽപ്പ് അടിപൊളിയായിരുന്നു. ഞാൻ ഈ സോപ്പിട്ട് ഉരച്ച് വെക്കുന്ന സ്ഥലം ആശമ്മ ക്ലോത്ത് കൊണ്ട് വൈപ്പ് ചെയ്തങ്ങ് എടുക്കും. അങ്ങനെയായിരുന്നു ഞങ്ങളുടെ ആ ഒരു ടീം വർക്ക്. കണ്ടേ, എൻ്റെ ആ ഉരപ്പിൻ്റെ ആ ഒരു സ്പീഡൊക്കെ വളരെയധികം കുറഞ്ഞു തുടങ്ങി. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുമ്പം ഈ വോള് വൃത്തിയായിട്ടൊക്കെ തോന്നുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഉണ്ടെന്നങ്ങ് പറഞ്ഞേക്കണേ. കാരണം അത്രയും അധികം ഞാൻ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. എനിവേസ്, അവിടെ ഒരു വലിയൊരു പാട് കണ്ടോ, വര. ഞാൻ വിചാരിച്ചു ഈ സോഫ എടുത്ത് അങ്ങോട്ട് ഇടുമ്പം ഈ വര കാണൂല എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അത് തേക്കായിരുന്നത്. കാരണം എനിക്ക് വയ്യ, മടുത്തുമായിരുന്നു. പക്ഷെ സോഫ ഇട്ടാലും അത് കാണാൻ പറ്റുമായിരുന്നു. എനിവേ, ചത്ത് കുത്തിയ ഞാൻ ഒരു 5 മിനിറ്റ് വിശ്രമിച്ചതിന് ശേഷം സോഫ ക്ലീൻ ചെയ്യാനായിട്ട് വന്നു. ഞാനൊരു വീഡിയോയിൽ കണ്ടതാണ് കേട്ടോ. സോഫയും റിക്ലൈനേഴ്സ് ഇതൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് നമ്മളൊരു വെള്ളത്തിൽ കുറച്ച് ഈ സർഫോ അങ്ങനെ എന്തെങ്കിലും ഉള്ളൊരു ലിക്വിഡ് ഇട്ടിട്ട് മണക്കാൻ വേണ്ടി, കംഫർട്ടോ അല്ലെങ്കിൽ എന്താണോ നിങ്ങൾ മണക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ആ ഒരു സാധനം കൂടെ ഇട്ടിട്ട് ടവല് ഏതെങ്കിലും കുക്കിംഗ് ലിഡിൻ്റെ ഇങ്ങനെ വെച്ച് കെട്ടിയിട്ട് അത് വെച്ച് ഇങ്ങനെ ഉരച്ച് കഴിഞ്ഞാൽ അഴുക്കും പോവും, സ്മെല്ലും അടിപൊളി നല്ല റിഫ്രഷിങ് ആയിട്ടുള്ളൊരു സ്മെല്ല് വരും എന്നുള്ളത്. കാണാൻ നല്ല രസകരമായ ഒരു സംഭവമായിരുന്നു. ചെയ്ത് തുടങ്ങിയപ്പോൾ ഒട്ടും രസമല്ലായിരുന്നു. കൈ, തോള്, നടുവ്, ബാക്കി ഞാൻ പറയുന്നില്ല. നല്ല പിടിക്കുന്നുണ്ടായിരുന്നു, നല്ല വേദന ഉണ്ടായിരുന്നു. എന്നാലും വീറും വാശിയോട് കൂടി ഈ വീഡിയോയുടെ കണ്ടന്റിനും വേണ്ടിയും കൂടെ ഞാനിരുന്ന് ഉരയ്ക്കുകയാണ് കേട്ടോ. ആരും ഇത്രയും സോഫയൊന്നും വീട്ടിൽ വാങ്ങിച്ചു വയ്ക്കില്ല. മാക്സിമം പോയാൽ 1 2 എണ്ണം, അതും പ്ലാസ്റ്റിക് കസേര വല്ലതും വാങ്ങിച്ചു വെച്ചിരിക്കുകയാണെങ്കിൽ തുടച്ചെടുക്കാൻ എളുപ്പമായിരിക്കും. മൈ ഗോഡ്.
അവിടെ നിന്ന് ഞങ്ങളുടെ ലാസ്റ്റ് സ്റ്റെപ്പിലോട്ട് പോയി. ലാസ്റ്റ് സ്റ്റെപ്പ് ഈ തറ തേച്ച് ഉരയ്ക്കലിട്ട് കഴുകൽ. അപ്പം സോപ്പ് വെള്ളം ഒഴിച്ച് തറയിൽ നല്ല ബ്രഷ് ഇട്ട് ഉരച്ച് പതപ്പിക്കുകയാണ് ആശമ്മ. ഞാൻ ആ വെള്ളം വടിച്ചെടുക്കുകയാണ് വിത്ത് സ്കോച്ച് ബ്രൈറ്റിൻ്റെ പച്ച വൈപ്പർ. ഇതിൻ്റെ ബ്ലേഡ് നല്ല ഷാർപ്പാണ് കേട്ടോ. വേറെ ഏതെങ്കിലും വൈപ്പർ ആണെങ്കിൽ ഞാൻ ആ വാക്ക് പറയുന്നില്ല, നമ്മൾ അങ്ങനെ കിടക്കും, നമുക്ക് വൈപ്പ് ചെയ്യാൻ പറ്റില്ല, വെള്ളമൊക്കെ അവിടെ തന്നെ കാണും. ഈ വൈപ്പറിന് നല്ല ഷാർപ്പ് ബ്ലേഡാണ്. അപ്പം വീടൊക്കെ കഴുകി ഇറക്കിയിട്ട് ഈ വെള്ളം വൈപ്പ് ചെയ്ത് കളയുകയാണെങ്കിൽ സ്കോച്ച് ബ്രൈറ്റിൻ്റെ വൈപ്പർ ഉപയോഗിച്ചാലേ കാര്യം നടക്കുകയുള്ളൂ കേട്ടോ. അപ്പം നമ്മൾ ലിവിങ് റൂമിൻ്റെ ഓരോ ഏരിയ ആയിട്ട് സോപ്പിട്ട് ബ്രഷ് ചെയ്യുന്നുണ്ട്, ഒപ്പം വൈപ്പിങ്ങും ചെയ്യുന്നുണ്ട്. അയ്യോ, വൈപ്പൊക്കെ ചെയ്യുന്ന സമയത്ത് എൻ്റെ നടുവ് അലറി വിളിക്കുകയാണ്, സ്റ്റോപ്പ് ഇറ്റ് പ്ലീസ്, ഐ ആം ടയേർഡ് എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. പക്ഷെ എഗെയിൻ നമ്മൾ ആരംഭിച്ച ആ ഒരു ജോലി പൂർത്തിയാക്കാതെ പോകുന്നത് ഒരു ഭീരുവിൻ്റെ പോലത്തെ ഒരു സ്വഭാവം ആയതുകൊണ്ട് മാത്രം. കണ്ടോ, എൻ്റെ ആത്മാവ് ശരീരം വിട്ട് പോയിട്ടും ഒരു സോംബിയെ പോലെ വെറും കയ്യും കാലും അനക്കി വൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സോംബിയായിട്ട് എന്നെ ഒന്ന് നിങ്ങൾ ഇമാജിൻ ചെയ്തിട്ട് ഈ വീഡിയോ കണ്ടു നോക്കി. ആ ഒരു അവസ്ഥയിൽ എത്തിയിട്ട് പോലും ഞാൻ മനം തളരാതിരുത് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു മോട്ടിവേഷൻ ആവാൻ വേണ്ടിയാണ്. ചുമ്മാ ഈ വീഡിയോ കണ്ടിട്ട് സ്കിപ്പ് അടിച്ചിട്ട് പോകാനല്ല. ആദ്യം ലൈക്ക് ചെയ്യണം, പിന്നെ എന്തെങ്കിലും നല്ല വാക്ക് കമൻറ്റ് ചെയ്യണം, അത് കഴിഞ്ഞ് തുറപ്പയും തുണിയൊക്കെ എടുത്തിട്ട് വീട് അടിച്ച് കഴുകി വൃത്തിയാക്കണം. അതിനൊരു മോട്ടിവേഷന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് കേട്ടോ. എൻഡ് റിസൾട്ട് എങ്ങനെയുണ്ട് ഗൈസ്? എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ശുചിത്വവും ആ ഒരു മിനുക്കത്വവും ആ ഒരു ഭംഗിയും തോന്നുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ നേരിട്ട് കാണാൻ ഇറ്റ് വാസ് അമേസിങ്. ഐ കനോട്ട് അക്സെപ്റ്റ് ഇറ്റ്, ഐ കനോട്ട് എഫക്റ്റ് ഇറ്റ്. എന്തായാലും നേരിട്ട് കാണാൻ അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മൾ ശ്വസിക്കുന്ന എയറിൽ പോലും ആ ഒരു ചേഞ്ച് ഉണ്ടായിരുന്നു. വലയൊക്കെ നമ്മൾ കൃത്യമായിട്ട് അടിക്കണം. യെസ്, അമ്മ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. മടി കൂടാതെ നമ്മൾ വീട്ടിലെ വലയൊക്കെ അടിച്ച് മൂദേവിയെ വെളിയിൽ ചവിട്ടി പുറത്താക്കി മഹാലക്ഷ്മിയെ വീട്ടിലേക്ക് ഇൻവൈറ്റ് ചെയ്ത് വെക്കണം. നല്ല ഫാനിൻ്റെ ഒക്കെ സ്പീഡ് തന്നെ അടിപൊളിയാവും. ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്ന കാര്യമാണ്. ഫാനിൻ്റെ പൊടി കളയുമ്പോഴത്തേക്കും ഫാനിൻ്റെ പെട്ടെന്ന് അങ്ങ് സ്പീഡ് കൂടും. അപ്പോൾ ആ പൊടിയൊക്കെ പോയി ലീവ്സിൽ ഒരു വെയിറ്റ് കുറയുന്നത് കൊണ്ടായിരിക്കും. എനിവേ ലിവിങ് റൂം അടിപൊളിയായി കേട്ടോ. ലിവിങ് റൂം അടിപൊളിയായി, ഞാനങ്ങ് അലങ്കോലവുമായി. എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു കുളിക്കണം എന്നൊക്കെ, പക്ഷേ തീരെ ആരോഗ്യമില്ലാത്തതുകൊണ്ട് ഞാൻ കുളിച്ചില്ല, അവിടെ നിന്നു. അപ്പോഴേക്കും കൊച്ചുബേബിക്ക് വിശന്നു, കൊച്ചുബേബിക്ക് ഫുഡ് കൊടുക്കാൻ സമയമായി. കൈ മാത്രം സോപ്പിട്ട് കഴുകിയിട്ട് ഞാൻ ഫുഡ് കൊടുത്തു. വേറെ ഒരു ഓപ്ഷനും ഇല്ലായിരുന്നു. ഐ എം ദി സോറി ഗൈസ്, എന്നെ നിങ്ങൾ ഒന്നും പറയരുത്. അതിനുശേഷം ഞാൻ നല്ല തൈരും ചോറും സോയാക്കറിയും കൂടെ കഴിച്ചു. ഭയങ്കരമായിട്ട് വിശന്ന തളർന്നാണ് പോയത് കേട്ടോ. ഒരു രക്ഷയില്ലായിരുന്നു. ഫുഡ് കഴിച്ചപ്പോഴാണ് എൻ്റെ കണ്ണൊക്കെ ഒന്ന് തുറന്ന് നേരെ ചൊവ്വേ എനിക്ക് കാര്യങ്ങൾ കാണാൻ പറ്റിയത്. അവിടെ നിന്ന് നേരെ കൊച്ചേബിയുടെ റൂമിലോട്ട് വന്നത് ഒരു മെസ്സി അന്തരീക്ഷമായിരുന്നു. ഫുൾ കളിപ്പാട്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു വാരി ഇട്ടിരുന്നു. അതൊക്കെ സെറ്റ് ചെയ്തു. പിന്നെ മേളിൽ നിന്ന് നനച്ച തുണിയൊക്കെ കൊണ്ടുവന്ന് തൊട്ടിലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇന്ന് മടക്കാൻ ഉള്ള ഒരു മൂഡില്ല, ആരോഗ്യമില്ല. ഇത് കണ്ടോ, ആ കൊച്ചേബിയുടെ കാണാതെ പോയ ബ്ലോഗ്സ് ഒക്കെ ഫുൾ കംപ്ലീറ്റ് കിട്ടിയെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ നനച്ച് തുണിയൊക്കെ ഞാൻ പിന്നീട് മടക്കാമെന്ന് വിചാരിച്ചാൽ ആ നീല കൊട്ടയ്ക്കകത്ത് ഇട്ട് വെച്ചു. ശേഷം ഞാൻ കുളിക്കാനായിട്ട് പോവുകയാണ്. ആദ്യം കൊച്ചേബിയെ കുളിപ്പിച്ചു കേട്ടോ. ഞാൻ കുളിച്ചതിന് ശേഷം കുളിപ്പിക്കാൻ നിന്ന് കഴിഞ്ഞാൽ കൊച്ചേബി എന്നെയും കൂടെ നനപ്പിക്കും. അപ്പം എന്തിനു വെറുതെ 2 പ്രാവശ്യം കുളിക്കണ്ടേ. അപ്പം അതുകൊണ്ട് കൊച്ചേബി ആദ്യം തന്നെ കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യിപ്പിച്ച് മോക്ക് സിറമൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്ത് മുടിയൊക്കെ കെട്ടിക്കൊടുത്ത് എല്ലാം ശേഷമാണ് ഞാൻ കുളിക്കാൻ പോയത്. അപ്പോൾ ഞാൻ കുളിച്ച് വന്നപ്പോഴേക്കും ഒരാൾ മിസ് റേച്ചലൊക്കെ ഇങ്ങനെ കണ്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഞാനപ്പോൾ തന്നെ മോളെ വിളിച്ചുകൊണ്ട് പോയി. നമുക്ക് സമയം നോക്കണ്ടേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓടി വന്ന് ഇവിടെ കസേരയിട്ടിരിക്കും കേട്ടോ. എനിക്ക് തറയിലിരുന്ന് വിളക്ക് കത്തിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഞാൻ കസേരയിലിരുന്ന് ബുദ്ധിമുട്ടിക്കുന്നത്. കസേര ഇരുന്നുകൊണ്ട് വിളക്ക് കത്തിക്കുന്നത്. 31 വയസ്സായെങ്കിലും ഒരു 71 വയസ്സായതിൻ്റെ പ്രതീതിയാണ്. അങ്ങനെ ഞാൻ വിളക്കൊക്കെ കത്തിച്ചു. ദൈവമേ പ്രാർത്ഥിച്ചു. ഭഗവതേ വാസു ദേവായ ഓം നമഃ ശിവായ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ രാമ രാമ
ഹരേ ഹരേ അന്യതാ ശരണം നാസ്തി. പറഞ്ഞേ, നാസ്തി ത്വമേവ ശരണം മമ ഭക്ത്യാ കാരുണ്യ ഭാവേന രക്ഷ രക്ഷ. പറഞ്ഞേ, രക്ഷ രക്ഷ ജനാർദ്ദന. അപ്പൊ അതാ ഇങ്ങനെയൊക്കെയാണ് കൊച്ചു ബേബി പ്രാർത്ഥിക്കുന്നത്. നമ്മൾ വിചാരിക്കുന്ന അത്ര ഈസി ഒന്നും അല്ല പിള്ളേരെ ഇരുത്തി പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നതൊക്കെ. പക്ഷെ കുറച്ച് മെനക്കെടാറുണ്ട് കേട്ടോ. ഇത് ഗണപതി അമ്പലത്തിൽ എപ്പോഴും പോയ കൊച്ചു ബേബി ചെയ്യുന്നൊരു കാര്യമാണ്. പക്ഷെ അത് ഇഷ്ടമാണ് കേട്ടോ അതിന് ചെയ്യാൻ. അപ്പം വീട്ടിൽ വിളക്ക് എത്തിക്കുമ്പോഴും ഇതുപോലെ ഏത്ത വിടാറുണ്ട്. എന്നിട്ട് സോറി സാമി എന്ന് പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ വിളക്കൊക്കെ കത്തിച്ച് ഞങ്ങളുടെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ റീസെൻ്റ്ലി സെറ്റ് ചെയ്ത ഞങ്ങളുടെ ദ പോസിറ്റീവ് ഏരിയ ബുദ്ധനൊക്കെ വെച്ച് സെറ്റ് ചെയ്തിരിക്കുന്ന അവിടെയും കൂടി ഈ ധൂപം വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ധൂപം വെക്കുന്നതുകൊണ്ട് ഭയങ്കര ബെനിഫിറ്റാണ്. നമ്മുടെ വീട്ടിൽ ഈ മഴക്കാലത്ത് ഒറ്റ ഈച്ച വീട്ടിൻ്റെ അകത്തോട്ട് കയറാറില്ല. ഭയങ്കര മിറാക്കുലസ് ആയിട്ടുള്ള ഒരു എഫക്റ്റാണ് കേട്ടോ ഇത് കത്തിച്ച് കഴിയുമ്പോഴത്തേക്കും. പുറത്തും വെച്ച് അകത്തും വെച്ച് കഴിയുമ്പോൾ ഇങ്ങനെ സ്മോക്ക് കൊണ്ട് ഫില്ലാവും. നമുക്കിത് കാരണം അങ്ങനെ ശ്വാസം മുട്ടലോ അങ്ങനെ പ്രശ്നമൊന്നുമില്ല. എനിവേസ് ബെനിഫിറ്റ്സ് മാത്രമേ ഉള്ളൂ. കൊതുകും കയറത്തില്ല, ഈച്ചയും വരത്തില്ല. അതിനുശേഷം കൊച്ചുബേബിയുടെ തന്നെ പാട്ടും വീഡിയോയും കണ്ടുകൊണ്ട് പാലും റസ്കും കഴിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പോഴേക്കും എൻ്റെ ബ്രദർ വന്നു, അശോക്. ഇപ്പോഴെൻ്റെ ചോദിക്കാറുണ്ട് അശോക് എങ്ങനെയാണ് ബ്രദർന്ന്. എൻ്റെ അച്ഛൻ്റെ എൽഡർ ബ്രദറിൻ്റെ മോനാണ് അശോക്. അശോക് ഞങ്ങളുടെ ഡോഗ്സിന് വാക്സിൻസ് ഒക്കെ ആയിട്ട് വന്നു. അവർക്ക് ഈ വർഷം വാക്സിൻ ഡ്യൂ ആയിട്ടിരിക്കുകയാണ്, ജൂണിലാണ്. അപ്പം നമ്മളിപ്പോൾ എടുക്കുവാണ് കേട്ടോ. ആദ്യം ഹാപ്പിക്കാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അശോക് ഒട്ടും പെയിൻ ഇല്ലാതെയാണ് ഇഞ്ചക്ഷൻ എടുത്തത്. അതുകൊണ്ട് ഹാപ്പിയൊന്നും അറിഞ്ഞു പോലും ഇല്ല. എല്ലാ ഡോക്ടർമാരും അടിച്ചെന്ന് കൊല്ലു ഈ വീഡിയോ കൂടെ നീ കാണിക്കുന്നത് ശരിയാണത്. ഡോക്ടർമാർ ചെയ്യേണ്ട പണി നീ ചെയ്ത അവന്റെ പട്ടിക്കല്ലേ എടുക്കുന്നത്. നിന്റെ പട്ടിക്ക് നിനക്ക് 300 പട്ടിയുണ്ട്. എനിക്കൊക്കെ വയ്യ. നിങ്ങൾ ചെയ്യുന്ന തെറ്റാണ് ഞാൻ പറയുന്നത്. അയ്യോ, നീ റെക്കോർഡ് ഓഫ് ആക്കുമ്പോഴത് തന്നെ പറയണം. നീ ഇഞ്ചക്ഷൻ എടുത്തു കൊടുത്തില്ലെങ്കിൽ അവന്റെ കൈയും കാലം തല്ലി പിടിക്കുന്നത്. അപ്പൊ എവിടെ പോയി? എത്തിക്സ് എവിടെ പോയി? സർജറി പറഞ്ഞ ഡോക്ടറാണ്. വാല് സർജറി പറഞ്ഞ ഡോക്ടറെ ഒരു മണി കളിയാക്കുന്നത് പോലെ നീ വന്ന് ഒരു പൗഡർ ഇട്ട് നന്നാക്കിയിട്ട് ഈ ശ്രീദേവിയെ പിടിച്ച് പൊട്ടിയിട്. അവന്റെ ഇഞ്ചക്ഷനൊക്കെ എടുത്ത് പട്ടിക്ക് വാക്സിനേഷൻ എടുക്കണ ആള് പോക്കരുത്തരാ. എങ്ങനെ ഇരിക്കണം പിന്നെ പൊട്ടിയിട്ടാ നീ എന്നെ മിണ്ടായി ഇറക്കാൻ നീ. അങ്ങനെ നമ്മൾ ലൈക്കയ്ക്ക് വാക്സിൻ എടുക്കാൻ പോവാണ്. അവൾ ഈ ഇഞ്ചക്ഷനും വെച്ചോണ്ട് അശോക് നിൽക്കണ നിപ്പ് കണ്ടപ്പോഴേ മനസ്സിലായി കേട്ടോ ഇത് പണിയാണ് എന്നുള്ളത് മനസ്സിലായി. എന്തായാലും പാവം കേട്ടോ, പ്രശ്നമൊന്നും ഇല്ലാതെ നിന്ന് തന്നു. വാക്സിൻ എടുത്തു കഴിഞ്ഞു. കൂട്ടത്തിൽ അവളാണ് ചക്കുട് കുട്ടി. അതിനുശേഷം നമ്മൾ എൻസുയ്ക്ക് വേണ്ടി വാക്സിൻ എടുക്കാൻ പോയിരിക്കുകയാണ്. നീ റെഡിയാണോ സോണി? റെഡിയാണോ സോണി? കുട്ടി എൻസോയ്ക്ക് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം വാക്സിൻ എടുക്കാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോഴാണ് അവന് ഇഷ്ടമല്ലാത്തത്. അവന് ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സിനെ അവിടെ ഉള്ള ആൾക്കാരൊക്കെ വരുന്നതിനോട് അവന് അത്ര താല്പര്യമില്ല. അതിനെക്കാട്ടിലും പൊതുവെ കുറച്ചും കൂടെ കാമായിട്ട് വീട്ടിലാണെങ്കിൽ അവൻ ഇരിക്കും. നമ്മൾ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ കാമായിട്ടാണ് അവൻ ബിഹേവ് ചെയ്യുന്നത്. എന്നാലും പപ്പിയുടെ അവന് 1 വയസ്സല്ലേ ആയിട്ടുള്ളൂ. അതിൻ്റെ ഒരു ചെറിയ ഇളക്കമൊക്കെ ഉണ്ട്. ബാക്കി ഹ്യൂഗോയും ലൈക്കയും പോലെ അത്രയും മെച്ചോർഡായിട്ടൊക്കെ നിന്ന് പഠിച്ചു വരുന്നതേ ഉള്ളൂ. Now it's time for the Kalipan to take the vaccine. നമ്മുടെ വീട്ടിലെ കടിയനായ നമ്മുടെ പുത്രൻ ഹ്യൂഗോ അവനെ കൊണ്ടുവരാണ്. അപ്പോൾ അവൻ ആക്ച്വലി ഒരു ഗാർഡ് ഡോഗ് ആണ്. അപ്പോൾ അവൻ അങ്ങനെ അവൻ്റെ പ്രൈവറ്റ് സ്പേസിലോട്ട് അവൻ്റെ ബോഡിയിലോട്ടൊക്കെ ഒരാൾ ടച്ച് ചെയ്യുന്നതൊക്കെ അവന് പൊതുവേ ഇഷ്ടമല്ല. അതുകൊണ്ട് അവനെ മാത്രം നമ്മൾ അവിടുത്തെ ഒരു പില്ലറിലോട്ട് ടൈറ്റ് ചെയ്തൊന്ന് നിർത്തിയതിന് ശേഷമാണ് ഇഞ്ചക്ഷൻ എടുക്കുന്നത്. പക്ഷേ
അവൻ വളരെ കാമായിട്ടാണ് നിന്നത്. അങ്ങനെ കിട്ടിയില്ലായിരുന്നെങ്കിലും അന്നത്തെ ദിവസം അവൻ വലിയ പ്രശ്നമില്ലാതെ നിന്നേനെ. അവന് ദേഷ്യം ഒന്നും വരുന്നില്ലായിരുന്നു ഒട്ടും തന്നെ. നമ്മൾ റിസ്ക് എടുക്കണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഒന്ന് ലീഷിൽ പിടിച്ചുകൊണ്ട് നിന്നത് കേട്ടോ. അപ്പം ഹ്യൂഗോയ്ക്ക് വാക്സിൻ എടുത്ത് കഴിഞ്ഞു. നെക്സ്റ്റ് നമ്മുടെ നാടൻ കുട്ടിയാണ് ചിച്ചു പെണ്ണിനാണ് വാക്സിൻ എടുക്കുന്നത്. ചിച്ചു ഒട്ടും പെയിൻ സഹിക്കുന്ന ഒരു പട്ടിക്കുട്ടിയേ അല്ല. ആലറി വിളിച്ച് കിടന്ന് പേരണ്ട് മറിഞ്ഞ് ബഹളം ഉണ്ടാക്കും. അതുകൊണ്ട് അവളെ ലീഷിൽ ഹോൾഡ് ചെയ്യേണ്ടി വന്നു. അതിനുശേഷം ഡോഗ്സിൻ്റെ ഡോഗ്സിൻ്റെ പെറ്റ് പാസ്പോർട്ടാണ് ഇതൊക്കെ. ഇത് വാക്സിൻസിൻ്റെ റെക്കോർഡ്സാണ് ഇതിൻ്റെ അകത്തുള്ളത്. ഈ ഒരു ബുക്ക് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഡോഗിനെ കൊണ്ട് ഫ്ലൈറ്റിലാണെങ്കിലും ട്രെയിനിലാണെങ്കിലും ഒക്കെ ട്രാവൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതൊക്കെ കഴിഞ്ഞ് എൻ്റെ ഫേവറേറ്റ് കൊറിയൻ വ്ളോഗ് ഞാൻ കണ്ടുകൊണ്ട് എൻ്റെ വ്ളോഗ് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം ഗൈസ്. ലവ് യു ഗൈസ് സോ മച്ച്. ബൈ ബൈ.